പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ലഞ്ച് ബോക്സ് റെസിപ്പി. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ മേടിക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ ഉണ്ടായിരിക്കുമല്ലോ, അത് മാറ്റി വയ്ക്കുക. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുക. ഇതുപോലെ കളർ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് സബോള ചെറുതായി കട്ട് ചെയ്തതും ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇതൊരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കുക. മുകളിൽ മയോണൈസ് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കണം. മുകളിൽ മൊസറല്ല ചീസും ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. മൊസറല്ല ചീസ് മെൽറ്റായി വരാനാണ് മൂടി വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ തക്കാളിയോ കുക്കുംബറോ സബോള സ്ലൈസ് ചെയ്തോ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 2 എണ്ണം ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ചെയ്തെടുക്കുന്നതിൽ മുകളിൽ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടമാവുകയും ചെയ്യും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.